ഹായ് ഓൾ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് എല്ലും കപ്പയും, അല്ലെങ്കിൽ ഇടുക്കിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏഷ്യാഡ്. 4 പേരുടെ പാകത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായത് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ എല്ലും ബീഫും ചേർന്നത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 4 വലിയ വെളുത്തുള്ളി, 1 ഇഞ്ചി, 2 പച്ചമുളക്. ഇതിനാവശ്യമായി ആദ്യം ചെയ്യേണ്ടത് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായി ഇട്ട് മൂപ്പിച്ചെടുക്കുക. പൊടികൾ നന്നായി മൂത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന കുക്കറിനകത്തോട്ട് എല്ലും ബീഫും ചേർന്ന് ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിനകത്തോട്ട് മൂപ്പിച്ചെടുത്തിരിക്കുന്ന പൊടികളുടെ മിശ്രിതവും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. അതിനുശേഷം ഈ മിശ്രിതത്തിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് ഇളക്കുക. വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയോട് കൂടി ചേർത്ത് പച്ചമുളകും കീറിയിട്ടതിന് ശേഷം വെള്ളം ബീഫിൻ്റെ ലെവലിൽ നിൽക്കണം. ആ ലെവലിൽ വെള്ളം ഒഴിച്ച് വേവിക്കുക. ഗ്യാസിൻ്റെ അളവ് സിമ്മിലിട്ടതിന് ശേഷം 4 വിസിൽ വരുന്നോടം വരെയാണ് വേവിക്കേണ്ടത്. ബീഫ് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ വേവിക്കാം. 3/4 കിലോ കപ്പയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കപ്പയ്ക്ക് വേണ്ടി നമുക്കൊരു ചെറിയ തേങ്ങ ചേരേണ്ടത്, 4 ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 കറിവേപ്പില, ഇവയാണ് ആവശ്യമായ സാധനങ്ങൾ. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് കപ്പ ഇടേണ്ടത്. കപ്പ ഇടുക. കപ്പ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിള വന്ന് വേവിക്കുക. കപ്പ 3/4 ഭാഗത്തോളം വെന്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും ചേർത്ത് ഇളക്കുക. അതിനുശേഷം ചൂടായ ഒരു പാനിലോട്ട് തേങ്ങ എടുക്കുക. തേങ്ങ നമ്മൾ വറുത്തരച്ചാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് തേങ്ങ ഫ്രൈ ചെയ്യുക. ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നോടം വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ തേങ്ങയുടെ കൂടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. ഈ ഒരു നിറത്തിൽ ആയതിനു ശേഷം നമ്മൾ മിക്സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അരച്ചെടുക്കുക നന്നായിട്ട്. നമ്മുടെ ബീഫ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ നന്നായിട്ട് ചൂടായിട്ട് നിൽക്കുന്ന ബീഫിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ എടുത്ത് ഇടുക. എന്നിട്ട് കപ്പയും ബീഫും ചേർത്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. നന്നായിട്ട് വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും കപ്പയിലോട്ട് ആ ബീഫിൻ്റെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് ഇറങ്ങി വരാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് അത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, തേങ്ങ ചേർക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ എടുത്ത് ഈ കപ്പയുടെയും ബീഫിൻ്റെയും കൂടത്തിയിട്ട് അതും ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒരേ ഒരു മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിരിക്കുകയാണ്. കൂടുതലൊരു ചൂട് ചായ തിളപ്പിക്കുക, പാത്രത്തിലോട്ട് മാറ്റുക, നന്നായിട്ട് കഴിക്കുക. ഹാവ് എ ഗുഡ് മീൽ.